4 വണ്ടിയുള്ളൂ, ഒരു 5ാമത്തെ വണ്ടി ഇവിടെ. അടിച്ചോളാൻ പറയണത് ഇത് ബാക്കിന്നല്ലേ പോണേ. എടാ ബാക്കിൽ വരുന്നുണ്ട്, ബാക്കിൽ എടാ നമ്മള് ബാക്കി കുത്തണേ, നമ്മൾ ബാക്കി കുത്തണേ. ഞാൻ നിർത്തി കഴിഞ്ഞാ എല്ലാരും നിർത്തണമാരടി റിപ്പയറിന്റെ ബാക്കില് ഒരു വണ്ടി കുത്തിച്ചിട്ടുണ്ട്, നോക്കണേ. അവനെ പോയി വണ്ടി എടുത്ത് ഇവിടെ ദേ പോണ ഫ്രണ്ട് ടയറില്ലാതൊക്കെ പോണടാ. പുഷ് ചെയ്തോ എല്ലാരും പുഷ് ചെയ്തോ. അതെ നേരെ പോണു. എടാ ഇവിടെ ലെഫ്റ്റ് ഇറങ്ങണേ. ഉണ്ടോണേ പിന്നെ പറ എടാ ഇതെന്ത് ഡ്രസ് മിസ്മാച്ചറായത്. സിനിമ ഇവിടെ കുത്ത്. നമുക്ക് കോൺഫിഡൻസ് ഇറങ്ങണം. എന്ത് മിസ്മാച്ചായത്. ഇവിടെ എനിക്ക് അടിക്കാൻ തോന്നില്ലടാ. ഇത് ഇവിടെ കുത്തിയിട്ട് കാര്യമില്ലടാ. അളിയ എന്തിനാ കളർ ഡിഫറൻസ് ഇത്. എന്ത് പറ കളർ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഫോൺ വിളിച്ചോട്ടെ. ഇപ്പൊ മീറ്റിംഗ് ഇല്ല. ഇപ്പൊ വാസണ്ണ എവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു ഫൈറ്റ് എടുക്കല്ലേ എന്ന്. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അടി പൊട്ടി. നമ്മൾ തിരിച്ചു വരുമ്പോ റേഡിയോയിൽ 4 പേരെ ഉള്ളായിരുന്നുള്ളൂ. ഞാൻ അറിഞ്ഞ പോലും ഫൈറ്റ് എടുത്തു. ഞാൻ ഫൈറ്റ് എടുക്കല്ലേ. ഞാൻ വാസണ്ണ പോയത് പോലും അറിഞ്ഞില്ല. അണ്ണ പോയാ കത്തിപ്പോയാ അണ്ണ കത്തിപ്പോയായിരുന്നാ? ഇല്ലില്ല, ഞാൻ ഇവിടെ ഉണ്ടാ. ഞാൻ ഡെലിവറി ബോയ് വന്നു. ഞാൻ സാധനം മേടിക്കാൻ താഴോട്ട് പോയതായിരുന്നു. ഞാൻ അമ്മരെ കൂടെ കയറിപ്പോ. ഹോട്ടലിൽ പോണേ, പോയിട്ട് വരാം. വണ്ടിയിലേക്ക് പോണെന്തിര് അന്യരൊന്നും അല്ലല്ലോ, കൊരങ്ങന്മാരില്ലേ. ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഒന്നും മനസ്സിലാവില്ല. എനിക്കൊന്നും സത്യമുള്ള എടാ ഇരിക്കല്ലേ ഉള്ളാരും പറ ഒന്നും മനസ്സിലായില്ല. ഞാൻ കില്ലെടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ. അഡ്മിനോട് ചോദിക്കുവോ നമുക്ക് ഡ്രസ് മാറാം, നമുക്ക് വേറെ നമുക്ക് മാറാം. അതെ നമുക്ക് മാറാം, അതാണ് നല്ലത്. ഇതെന്ത് പറയും ഇത്. മാറി കളിക്കാം. ഇത് വാറിന്റെ ഡ്രസ് മാറി കളിക്കാം.
ഡ്രസ് മാറണം. അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടി പറ്റൂല ഇപ്പൊ അവന്മാര് കാണിക്കുന്നുണ്ടോ? അവന്മാരെ വണ്ടി സ്ലോ ആണെന്ന് സ്ലോ ആക്കി പോയതുണ്ടോ അവന്മാര്? അതൊരു കാര്യമില്ല, നമ്മുടെ വണ്ടി വരാതെ കാര്യമില്ലടാ. ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വണ്ടി ഒപ്പം ഇത് അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഞാനേ ഗ്യാങ് വണ്ടിയുടെ ഞാനാ ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഞാൻ POV എടുത്തിട്ട് ഇവരുടെ വണ്ടി ഉണ്ടല്ലോ, ഞാൻ വേറെ ജില്ലയിലെത്തിയിട്ട് ഇവരുടെ വണ്ടി പിന്നാലെ വരും. അത്രയും ടോപ്പ് എൻഡ് ആണോ ആ വണ്ടി? ആ കസീനിൽ അതൊക്കെ വിടാതെ നമ്മളിപ്പോ ഇത് ശ്രീവാരത്തിന്റെ അതിന്റെ എക്സ്ക്യൂസ് പറയണത് അതൊക്കെ പിന്നെ നമുക്ക് അല്ല നമുക്ക് മനസ്സിലായി. അല്ല നമ്മുടെ വണ്ടിയിൽ അതുപോലെ ചെയ്താൽ മതി, പ്രശ്നം തീർന്നില്ലേ? ഇല്ല നമുക്ക് മറ്റേ ടർഫ് ഡ്രസ് ഇടാം, മഞ്ഞ ഞാനേ ഞാൻ മറ്റേ സെൻസിറ്റീവ് മാറ്റാൻ വേണ്ടിട്ട് എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു പുറത്ത്. മറ്റേ റോക്സ് എടുത്ത് വെച്ചിട്ട് അതില് മറ്റേ 80% കുറച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടാ. ഞാൻ അവിടെ കാണുന്നത് ഇവിടെ അടി പൊട്ടണ കാര്യോ. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ നിങ്ങൾ എവിടെ നിങ്ങളാരും സംസാരിക്കട്ടാ, ഞാൻ ഒന്നത് പൊളിഞ്ഞിരിക്കുക സംസാരിച്ചു നേരെ പോയിട്ട് ബ്രോ സുഖല്ലേ വാസനോടാ വാ സംസാരിക്കാം വാ. ഹലോ 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 ബ്രോ, ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ ബ്രോനെ അറിയാലോ അല്ലേ? അറിയാലോ സിറ്റുവേഷൻ എന്താന്ന്? അറിയാം. അതെ ബ്രോ, ഞാനായിരുന്നു ലാസ്റ്റ് അലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിംഗ് വിളിച്ചതുകൊണ്ട് അപ്പോൾ നമുക്ക് വാറ വിളിച്ചങ്ങ് ഇത് ചെയ്യാം ബ്രോ. ഓക്കെ, വേറെ വിളിച്ചെടുക്കാം. ഓക്കെ എപ്പോൾ വിളിക്കും? എപ്പോൾ വിളിക്കും? നമുക്ക് റെഡിയാവുന്ന സമയം മാത്രം മതി അല്ലേ? നമുക്ക് റെഡി ആവാനുള്ള സമയം മതി. അപ്പൊ എന്നാ പിന്നെ നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കണമല്ലോ. അപ്പൊ 10 മിനിറ്റ് ആണോ? അല്ല, നിങ്ങൾ സെറ്റ് ആകുമ്പോൾ വിളിച്ചോ, ഞങ്ങൾ അതിനനുസരിച്ച് റെഡി ആക്കാം. ഡ്രസ്സിന്റെ കാര്യം പറയണം. ഞങ്ങള് ഡ്രസ് മാറിക്കോളാം, ഞങ്ങള് ഡ്രസ് വേറെ ഇട്ടോളാം. ഇതെല്ലാം എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും, ഭയങ്കര ശോകമാണ് പെട്ടെന്ന് കാണുമ്പോ. ഓക്കെ ഞങ്ങള് ഡ്രസ് മാറ്റിട്ടോ. നീ എടുത്തോളാം. നീ എടുത്തോളാം. നീ എടുത്തോ, കുഴപ്പമില്ല. നീ എടുത്തോ, വിഷയല്ല. കൊഞ്ചാൻ വരുന്ന അവനെ പൈസക്ക് കാര്യത്തിലൊന്നുമില്ല. വാട്ടർ വാച്ചിടും പുതിയ എണ്ണം. അത്രേ ഉള്ളൂ. ഇനി ഇവനൊക്കെ തൊട്ട വേണ്ടി നമ്മളെടുക്കാൻ. ഇത് വല്ലോ മറ്റേ RP-യില് പണ്ട് തെറി വലിക്കാൻ വല്ല ഓപ്ഷൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ വണ്ടി വേണോ ചോദിക്കുമ്പോൾ വണ്ടി ഇതിന്റെ പുറത്തേക്ക് കയറ്റാൻ പറ്റും. അത് നമ്മളൊന്നും പിന്നെ അങ്ങോട്ട് ഒന്നും പറയുന്നുള്ളല്ലേ. അവരും ആ രീതിയിൽ തന്നെ എടുത്ത് അവര് എനിക്ക് തോന്നുന്നു മറ്റേ മൊണ്ണപ്പട്ടികളൊന്നും വിളിച്ചിട്ട് വന്നില്ല. ഇത് കൂടെ കുറച്ച് ഡാക്സ് ഉണ്ട് അവിടെ. സത്യം പറഞ്ഞ എന്റെ സ്വപ്നം ഇതാണ്. ഞാൻ കണ്ട സ്വപ്നം ഇതാണ്. എല്ലാ മീറ്റിംഗ് ഇതുപോലെ അവസാനിച്ച് എന്റെ സുഖമായിരുന്നു. സത്യം എല്ലാ മീറ്റിംഗ് ഇതുപോലെ നല്ല നീറ്റായിട്ട്. വണ്ടിയുടെ കേസ് അവിടെ സംസാരിച്ച ഇതുണ്ടെങ്കിൽ അത് എടുക്കാൻ സമ്മതിക്കൂല ഇവിടുത്തെ. അങ്ങനെയല്ലേ രായ ഞാൻ കാര്യം പെട്ടാ, നമ്മുടെ ഇപ്പൊ ഉള്ളത് കോമൺ വണ്ടിയാണ്. അതായത് എല്ലാവർക്കും ഉള്ള വണ്ടി. നാളെ അതായത് ഈ പറഞ്ഞ പോലെ ഗാങ്സിന് വണ്ടി വരുമ്പോഴത്തേക്ക് അവർക്ക് സ്പീഡ് ലിമിറ്റ് സംഭവങ്ങളെല്ലാം ലൈക്ക് അവർ ആ വണ്ടിയിൽ ലൈക്ക് ഇതേ സെയിം ആയിട്ട് കൊണ്ടുവന്നാൽ പിന്നെ ലൈക്ക് ഇതന്നെ യൂസ് ചെയ്യൂടെ എല്ലാവർക്കും. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ നമുക്ക് നാളെ ഇത് വെച്ചിറക്കാം. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറയണത്. ഇതൊരു ഇഷ്യൂ ആക്കണ ഇതിനാണ്. ഇല്ല നമ്മൾ ഇറക്കുമ്പോ അങ്ങനെ അല്ലാതാക്കും. നീ ആരും പറയുന്നത് നമ്മളിപ്പോ കോപ്പി ആയിട്ട് ഇറക്കിയല്ലേ, മറ്റന്നാളെ നമ്മളെ വണ്ടി മാറ്റിക്കും. അതേ നടക്കും. SR-ൽ ഇവിടെ ഉണ്ട്. ടിടിയുടെ കൊല്ലട്ടാ. ഓ കട്ട പ്രാക്ടീസിങ് കേട്ടാ. SR-ന്റെ കട്ട പ്രാക്ടീസിങ് കേട്ടാ. ഓ പ്രാക്ടീസ് ചെയ്തിട്ട് അന്ന് ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ. ആളില്ലെങ്കിൽ ഇറങ്ങേണ്ടി വരും. ആളുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങല്ലേ? വയ്യ. ഞാൻ നേരത്തെ ഇടത്തോട്ട് വെച്ചത് വലത്തോട്ടാണ് പോണത്.
എല്ലാരും ഉണ്ടല്ലോ, എല്ലാരും ഉണ്ട് ചേട്ടാ. എന്നിട്ട് ഏറെ വേണോന്നോ? ഇതെന്ത് പിന്നെ സസ്താവാ? സസ്താവായിട്ട് കളിക്കാടേ, അങ്ങനെ ഒന്നുമില്ല. അടിക്കാൻ ചുമ്മാ സാധനം